ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ സാമുവൽസൺ സോളോ മോഡിഫിക്കേഷൻ ഓഫ് ദ ഫിലിപ്സ് കർവ് എന്താണെന്ന് മനസ്സിലാക്കാം. ഫിലിപ്സ് കർവിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. ആ വീഡിയോ ക്ലിക്ക് ചെയ്താൽ ഫിലിപ്സ് കർവ് എന്താണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. സാമുവൽസൺ ആൻഡ് സോളോ മോഡിഫിക്കേഷൻ ഓഫ് ദ ഫിലിപ്സ് കർവ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കാം. ദ സാമുവൽസൺ ആൻഡ് സോളോ മോഡിഫിക്കേഷൻ ഓഫ് ദ ഫിലിപ്സ് കർവ് വാസ് സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ മാക്രോ എക്കണോമിക്സ് ഡ്യൂറിങ് 1960s. അതായത് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത് 1960കളിലാണ്. ഒറിജിനൽ ഫിലിപ്സ് കർവ് 1958ലാണ്. അപ്പോൾ ഒരു 2 കൊല്ലത്തിന് ശേഷമാണ് ഇതിൻ്റെ മോഡിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ദ ഒറിജിനൽ ഫിലിപ്സ് കർവ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ A.W. ഫിലിപ്സ് ഇൻ 1958 ആണ്. അപ്പം ഇത് ഡെമോൺസ്ട്രേറ്റഡ് ആൻഡ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻ ദ UK എക്കോണമി, അതായത് യുണൈറ്റഡ് കിങ്ഡം. അതായത് UK ഒറിജിനൽ ഫിലിപ്സ് കർവ് ഇദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നത്. അത് അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അറിഞ്ഞില്ലാത്തവർക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. യൂസിങ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഫ്രം 1861 to 1957, ഈ കാലയളവിലുള്ള ഡേറ്റയാണ് ഇദ്ദേഹം ഫിലിപ്സ് കർവിന് വേണ്ടി എടുത്തത്. ഓക്കെ, ഒറിജിനൽ ഫിലിപ്സ് കർവ് UK. അപ്പം സാമുവൽസൺ ആൻഡ് സോളോ എക്സ്റ്റെൻഡഡ് ആൻഡ് മോഡിഫൈഡ് ദിസ് കോൺസെപ്റ്റ് ടു ബെറ്റർ ഫിറ്റ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് US എക്കോണമി. US എക്കോണമിയിൽ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുമായിട്ട് സ്യൂട്ട് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ ഇതിനൊന്ന് മോഡിഫിക്കേഷൻ വരുത്തിയത്. ഓക്കെ, ഇനി നമുക്ക് ഒറിജിനൽ ഫിലിപ്സ് കർവിനെ പറ്റി ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ദ ഒറിജിനൽ ഫിലിപ്സ് കർവ് ഇല്ലുസ്ട്രേറ്റഡ് ദ ഒബ്സർവ്ഡ് എംപിരിക്കൽ റിലേഷൻഷിപ്പ്, അതായത് അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെയർ ലോവർ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് വെയർ അസോസിയേറ്റഡ് വിത്ത് ഹയർ റേറ്റ്സ് ഓഫ് ഇൻഫ്ലേഷൻ. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുതലായിരിക്കും. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് ഒറിജിനൽ ഫിലിപ്സ് കർവ് കാണിക്കുന്നത്. ആൻഡ് കൺവേഴ്സ്ലി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഹയർ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് ലോ ആയിരിക്കും. ഇപ്പോൾ ഹയർ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് വെയർ അസോസിയേറ്റഡ് വിത്ത് ലോവർ റേറ്റ്സ് ഓഫ് വേജ് ഇൻഫ്ലേഷൻ. ഓക്കെ, ദിസ് സജസ്റ്റഡ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷൻ തമ്മിലുള്ള ഒരു ട്രേഡ് ഓഫ്, അതായത് ആ ഒരു എക്സ്ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇനി നമുക്ക് സാമുവൽസൺ ആൻഡ് സോളോസ് കോൺട്രിബ്യൂഷനിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഈ മോഡലിൽ വരുന്നത്, ഈ ഒരു വെർഷനിൽ വരുന്നത്, പോൾ സാമുവൽസൺ ആൻഡ് റോബർട്ട് സോളോ അഡാപ്റ്റഡ് ഫിലിപ്സ് ഫൈൻഡിങ്സ് ടു കൺസിഡർ ദ US കണ്ടക്സ്, അതായത് US എക്കോണമിയിലെ സന്ദർഭമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇത് ആൾട്ടർ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ബ്രോഡൻഡ് ദ റിലേഷൻഷിപ്പ് ടു ജനറൽ പ്രൈസ് ഇൻഫ്ലേഷൻ റാദർ ദാൻ ജസ്റ്റ് വേജ് ഇൻഫ്ലേഷൻ. ഒറിജിനൽ ഫിലിപ്സ് കർവ് വേജ് ഇൻഫ്ലേഷനാണ് കാണിക്കുന്നത്, എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് വേജ് ഇൻഫ്ലേഷനാണ് കാണിക്കുന്നത്. എന്നാൽ ഇത് ഇവരുടെ മോഡലാണെന്നുണ്ടെങ്കിൽ, ഇവരുടെ ആ ഒരു വെർഷനിൽ വരുന്നത് ജനറൽ പ്രൈസ് ഇൻഫ്ലേഷനാണ് ഇതിൽ കാണിക്കുന്നത്, സാമുവൽസൺ ആൻഡ് സോളോ കോൺട്രിബ്യൂഷനിൽ. ഇപ്പോൾ ഇതാണ് ഒരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഇവരുടെ മെയിൻ കോൺട്രിബ്യൂഷൻസ് നോക്കാം. ദർ കീ കോൺട്രിബ്യൂഷൻസ് ഇൻക്ലൂഡ്, ഒന്നെന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് ട്രേഡ് ഓഫ്, അതായത് എക്സ്ചേഞ്ച്, അതായത് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് എന്നാണ് അതിൻ്റെ വേർഡ് മീനിങ്. ഇപ്പോൾ ഇൻഫ്ലേഷൻ കുറയ്ക്കുമ്പോഴത്തേക്ക് അൺഎംപ്ലോയ്മെൻറ്റ് കൂടുന്നു, ഇൻഫ്ലേഷൻ കൂടുമ്പോഴത്തേക്ക് അൺഎംപ്ലോയ്മെൻറ്റ് കുറയുന്നു. അപ്പോൾ ആ ഒരു എക്സ്ചേഞ്ച്, ഓക്കെ, ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് മറ്റൊന്നിലേക്ക് നേടുന്നു എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പം സാമുവൽസൺ ആൻഡ് സോളോ ഷോയുടെ സിമിലർ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, സിമിലർ എന്ന് ഉദ്ദേശിച്ചത് ഒറിജിനൽ ഫിലിപ്സ് കർവ് ആണ് കേട്ടോ. സിമിലർ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ US ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സജസ്റ്റിംഗ് ദാറ്റ് പോളിസി മേക്കേഴ്സ് കുഡ് ടാർഗറ്റ് ലോവർ അൺഎംപ്ലോയ്മെൻറ്റ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഹയർ ഇൻഫ്ലേഷൻ. അതാണ് ആ ട്രേഡ് ഓഫിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പം അവർക്ക് പോളിസി മേക്കേഴ്സിനെ ടാർഗറ്റ് ചെയ്യാം, ലോവർ അൺഎംപ്ലോയ്മെൻറ്റ് ടാർഗറ്റ് ചെയ്യാം അറ്റ് ദ കോസ്റ്റ് ഓഫ് ഹയർ ഇൻഫ്ലേഷൻ. അവർ ലോവർ അൺഎംപ്ലോയ്മെൻറ്റ് ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇൻഫ്ലേഷൻ കൂടുകയാണ്. ഓക്കെ, പിന്നെ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ നോക്കുമ്പോഴത്തേക്ക് അൺഎംപ്ലോയ്മെൻറ്റ് കൂടുകയാണ്. അതാണ് വൈസ് വേഴ്സ പറയുന്നത്. ഓക്കെ, ഇനി ഇവരുടെ മറ്റൊരു കീ കോൺട്രിബ്യൂഷനാണ് ഷോർട്ട് റൺ ഫോക്കസ്. അതായത് ദേ എംഫസൈസ്ഡ് ദാറ്റ് ദ ഫിലിപ്സ് കർവ് ട്രേഡ് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡ് ഓഫ് വാസ് മോർ റിലവൻറ്റ് ഇൻ ദ ഷോർട്ട് റൺ. കൂടുതലും ഷോർട്ട് റണ്ണിലാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ലോങ് റണ്ണിൽ അത്ര എഫക്റ്റ് ഇല്ലാതെ പോകുന്നുണ്ട്. അതായത് ഒന്ന് കൂടുമ്പോഴത്തേക്ക് ഒന്ന് കുറയുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണല്ലോ, അത് ലോങ് റണ്ണിൽ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഇൻ ദ ലോങ് റൺ ദേ റെക്കഗ്നൈസ് ദാറ്റ് ദിസ് റിലേഷൻഷിപ്പ് മൈറ്റ് നോട്ട് ഹോൾഡ് ഡ്യൂ ടു അതർ ഫാക്ടേഴ്സ് സച്ച് ആസ് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ്. എക്സ്പെക്റ്റേഷൻസ് വരുന്നത് കൊണ്ടും ഘടനാപരമായിട്ടുള്ള, അതായത് എക്കണോമിയുടെ സ്ട്രക്ചറലായിട്ടുള്ള ചേഞ്ചസ് വരുന്നതുകൊണ്ടും ഈ ഒരു എഫക്റ്റ് ലോങ് റണ്ണിൽ വർക്ക് ചെയ്യുന്നില്ല. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കുമ്പോഴത്തേക്ക് ഇൻഫ്ലേഷൻ കൂടുന്നു എന്നാണല്ലോ. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുമ്പോഴത്തേക്ക് അൺഎംപ്ലോയ്മെൻറ്റ് കുറയുന്നു എന്നുള്ള ഒരു ഇത് ലോങ് റണ്ണിൽ വർക്ക് ചെയ്യാതെ പോയി. ഇനി ഇവരുടെ പോളിസി ഇംപ്ലിക്കേഷൻസിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ നോക്കാം. അത് നല്ലൊരു കോൺട്രിബ്യൂഷനാണ്. ദ വർക്ക് ഇംപ്ലൈഡ് ദാറ്റ് മാക്രോ എക്കണോമിക് പോളിസി കുഡ് ബി യൂസ്ഡ് ടു ചൂസ് എ
പ്രിഫേർഡ് പോയിന്റ് ഓൺ ദ ഫിലിപ്സ് കർവ്. ഫിലിപ്സ് കർവ് ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് സെലക്ട് ചെയ്യണം. അതായത് ഒന്ന് ഒരുപാട് കൂടാനും പാടില്ല. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഒരുപാട് അങ്ങ് കൂടി, പക്ഷേ അൺഎംപ്ലോയ്മെൻറ്റ് ഒരുപാട് കുറഞ്ഞു. ഇങ്ങനെ ഒരു എക്സ്ട്രീം വെർഷനിൽ നിൽക്കാൻ പാടില്ല. ഒരു പോയിന്റ്, ഒരു പ്രിഫറബിൾ ആയിട്ടൊരു പോയിന്റിൽ നിൽക്കണം എന്നുള്ളൊരു കണ്ടെത്തൽ ഇവരുടെ കോൺട്രിബ്യൂഷനാണ്. ബാലൻസിങ് ബിറ്റ്വീൻ അക്സെപ്റ്റബിൾ ലെവൽസ് ഓഫ് ഇൻഫ്ലേഷൻ, അതായത് സ്വീകാര്യമായിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ ലെവലും ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ലെവലും കണ്ടെത്തുന്ന ഒരു പോയിന്റിൽ ആ ഒരു പോയിന്റ് ഫിലിപ്സ് കർവ് കണ്ടെത്തുക എന്നത് ഇവരുടെ കോൺട്രിബ്യൂഷനാണ്. സാമുവൽസൺ ആൻഡ് സോളോ മോഡിഫിക്കേഷൻ വരുത്തിയ ആ ഫിലിപ്സ് കർവ് നമുക്ക് നോക്കാം. ഇതിൽ എക്സ് ആക്സിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. വൈ ആക്സിൽ നമുക്ക് കാണാം പ്രൈസ് ലെവൽ. ഓക്കെ, അത് ആവറേജ് പ്രൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ആ ഫിലിപ്സ് കർവ് നെഗറ്റീവ് ഇൻ്റർസെപ്റ്റിലേക്ക് പോകണമെന്ന് നമുക്ക് കാണാം. അതായത് പ്രൈസ് ലെവൽ ഒരു ഡിക്രീസിങ് ട്രെൻഡിൽ പോകുന്നത് കാണാം. ഇതിൽ ഞാൻ നേരത്തെ എക്സ്പ്ലനേഷൻ പറഞ്ഞായിരുന്നു, ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള പോയിന്റ് ഇവർ കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ബി എന്നുള്ള പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബി എന്ന പോയിന്റ് ഒരു പ്രിഫേർഡ് പോയിന്റ്, അതായത് ഒരു സ്വീകാര്യമായിട്ടുള്ള ഒരു അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷൻ തമ്മിലുള്ള ഒരു ട്രേഡ് ഓഫിൽ നിൽക്കുന്ന ഒരു പോയിൻ്റാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ ഇവരുടെ കർവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ കർവിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ദ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് റെപ്രസെൻറ്റ്സ് ദ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അടുത്ത പോളിസി ചോയ്സിൽ വരുമ്പോഴത്തേക്ക് ഡിഫറൻറ്റ് പോയിൻറ്റ്സ് ഓൺ ദ കർവ് റെപ്രസെൻറ്റ് ഡിഫറൻറ്റ് പോളിസി ട്രേഡ് ഓഫ്സ് ബിറ്റ്വീൻ ലോവർ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ. അതായത് ആ കർവിലെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് കാണിക്കുന്നത് ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. അതിൽ പ്രിഫേർഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ബി ആയിട്ട് ഞാൻ അതിൽ കാണിച്ചത്. അടുത്തത് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആൻഡ് എവല്യൂഷൻസ് നോക്കാം. അതായത് ഇതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻസ് ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ് എന്ന് പറയേണ്ടി വരും. അതായത് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് മുൻനിർത്തിക്കൊണ്ടുള്ള അത് വർദ്ധിപ്പിക്കുന്ന ഫിലിപ്സ് കർവാണ്. അതായത് അതിൻ്റെ കാരണം വെച്ചാൽ ലേറ്റർ ഡെവലപ്മെൻറ്റ്സ് പർട്ടിക്കുലർലി ബൈ മിൽട്ടൺ ഫ്രീഡ്മാൻ ആൻഡ് എഡ്മണ്ട് ഫെൽപ്സ്, ഈ രണ്ട് എക്കണോമിക്സുകൾ ഇതൊന്നുകൂടെ ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവരാണിത് ഇങ്ങനൊരു പ്രതിഭാസം ഇതിൽ കണ്ടെത്തിയത്. ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് അഡാപ്റ്റീവ് എക്സ്പെക്റ്റേഷൻസ്. ഓക്കെ, അവരാണ് ഈ അഡാപ്റ്റീവ് എക്സ്പെക്റ്റേഷൻസ് കണ്ടെത്തിയത്. ദേ ആർഗ്യൂഡ് ദാറ്റ് ഇൻ ദ ലോങ് റൺ ദ ഫിലിപ്സ് കർവ് ഈസ് വെർട്ടിക്കൽ അറ്റ് ദ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഒന്ന് നോക്കുക, ലോങ് റണ്ണിൽ ഫിലിപ്സ് കർവിന് നേരെ വെർട്ടിക്കലായിട്ട് നിൽക്കും. അവിടെ ഒരു ട്രേഡ് ഓഫ് നടക്കുന്നില്ല, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നുള്ള പ്രതിഭാസം നടക്കുന്നില്ല. മീനിങ് ദർ ഈസ് നോ ലോങ് ടേം ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ലോങ് ടേമിൽ ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് തമ്മിൽ ട്രേഡ് ഓഫ് നടക്കുന്നില്ല. ഓക്കെ, ഒരു എക്സ്ചേഞ്ച് നടക്കുന്നില്ല. അപ്പോൾ ഇത് എന്തിലേക്ക് നയിക്കും? ദിസ് ലേഡ് ടു ദ എക്സ്പെക്റ്റേഷൻസ് ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ്. അവിടെയാണ് ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻ, ഇൻഫ്ലേഷൻ എവിടെ വരെ പോവും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലേക്ക് മാത്രം ഈ ഫിലിപ്സ് കർവ് ഒതുങ്ങിപ്പോയത്. അതൊരു ലിമിറ്റേഷനാണ്. ഓക്കെ, വിച്ച് ഇൻക്ലൂഡ്സ് ദ റോൾ ഓഫ് ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസ്. അടുത്തത് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് എന്ന ഒരു ഘടകത്തിൻ്റെ സ്വാധീനം ഇതിലെങ്ങനെ ഉണ്ടായി നോക്കാം, ഇതിൽ എങ്ങനെ ബാധിച്ചു നോക്കാം. ആൻഡ് ന്യൂ ക്ലാസിക്കൽ ക്രിട്ടിക്ക്, അതായത് ഒരു ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഒരു വിമർശനം, ഒരു നിരൂപണവും ഇതിൽ വരുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഇതിൽ നോക്കാം. ദ ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് ഇൻക്ലൂഡിംഗ് റോബർട്ട് ലൂക്കാസ്, ഇദ്ദേഹം അടക്കമുള്ള ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് ഫർദർ ആർഗ്യൂഡ് ദാറ്റ് ഇഫ് പീപ്പിൾ ഹാവ് റാഷണൽ എക്സ്പെക്റ്റേഷൻ, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഇത്ര വരെ പോകാനെന്നുണ്ടെങ്കിൽ വിലക്കയറ്റ് ഇത്ര വരെ പോകും, ഇങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, യുക്തിപരമായിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, then anticipated പോളിസി മെഷേഴ്സ് വിൽ ബി ഇൻഎഫക്റ്റീവ് ഇൻ ദ ലോങ് റൺ. അവർക്കറിയാം ഇത്ര വരെ പോകും. അപ്പോൾ അവരനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ ഈ പോളിസി എല്ലാം ലോങ് റണ്ണിൽ ഇൻഎഫക്റ്റീവായി പോകും. അതിനനുസരിച്ചുള്ള സ്റ്റെപ്പുകൾ ആദ്യമേ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ദിസ് ലെഡ് ടു ദ കൺക്ലൂഷൻ ദാറ്റ് സിസ്റ്റമാറ്റിക് മോണിറ്ററി പോളിസി കനോട്ട് റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സിസ്റ്റമാറ്റിക്കുള്ള മോണിറ്ററി പോളിസി അൺഎംപ്ലോയ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഈ ഫിലിപ്സ് കർവ് അവിടെ വർക്ക് ആവാതെ പോയോ? അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ബിലോ ഇറ്റ്സ് നാച്ചുറൽ റേറ്റ് വിത്തൗട്ട് കോസിങ് ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ. അതായത് ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ ഉണ്ടാകാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അൺഎംപ്ലോയ്മെൻറ്റിനെ അതിൻ്റെ നാച്ചുറൽ റേറ്റിന് താഴേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.